നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. വിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നേതൃത്വത്തിൽ വിഷൻ ഫെസ്റ്റ് 2K26 സംഘടിപ്പിച്ചു. സുമംഗലി ഓഡിറ്റോറിയത്തിൽ പാനൂർ നഗരസഭ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷമായി സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ നിറസാന്നിധ്യമായ വിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ വിഷൻ ഫെസ്റ്റ് 2K26 സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഗ്രൂപ്പ് എന്താണെന്ന് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷൻ വളരെ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും ഒരുപാട് കാര്യങ്ങൾ മുൻപ് ഞാൻ വിഷൻ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പല ജില്ലകളിലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനമാണ് വിഷൻ എന്ന് പറഞ്ഞു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് അനിവാര്യമായ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മുടെ സമൂഹത്തിലെ യുവതലമുറകൾക്ക് അത്തരത്തിലുള്ള കോഴ്സുകൾ നടപ്പിലാക്കുകയും അത്തരത്തിലുള്ള മികച്ച വിദ്യാർത്ഥികളെ അത്തരം കോഴ്സുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന മഹത്തായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കൂടുതലായിട്ടുള്ള വ്യക്തമായ വിവരം എനിക്ക് ഇപ്പോൾ കിട്ടിയും വളരെ സന്തോഷം. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പരിപാടികൾ ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കലാലയ ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു വൻ പ്രചരണം ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നിങ്ങളുടെ മുന്നിൽ വിഷൻ ഗ്രൂപ്പിന്റെ പേര് നമ്മൾ ഉച്ചരിക്കുന്നത് കാരണം 14 വർഷം മുമ്പ് ബിസിനസ് സ്കൂൾ എന്ന നാമകരണത്തിൽ പാനൂർ ടൗണിൽ ആരംഭിച്ച ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ 3 ജില്ലകളിലായിട്ട് 7 ബ്രാഞ്ചുകളും അതേപോലെ തന്നെ ഞങ്ങളുടെ സാന്നിധ്യം വ്യക്തമാക്കിക്കൊണ്ട് ബാംഗ്ലൂരിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കാലാനുസൃതമായ രീതിയിലുള്ള മാറ്റം വിഷൻ ഗ്രൂപ്പ് കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ നിലയിലേക്ക് ഓരോ വർഷവും നമുക്ക് പുതിയ ബ്രാഞ്ച് എന്നുള്ള നിലയിൽ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അഭിമാനമുണ്ട്. വിഷൻ ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥിയും പാനൂർ നഗരസഭാ കൗൺസിലറുമായ നാഫിയെ ചടങ്ങിൽ ആദരിച്ചു. എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനമുണ്ട്. വിഷൻ എന്ന പേര് പോലെ തന്നെ സ്വപ്നങ്ങളെയും ദൃശ്യങ്ങളെയും യാഥാർത്ഥ്യമാക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഈ ഒരു വിഷൻ നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഞാൻ പെരിങ്ങത്തൂർ കോളേജിൻ്റെ ആദ്യത്തെ ബാച്ചിൽ ECC കോഴ്സ് പഠിച്ചിറങ്ങി ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു നല്ലൊരു ജോലി ആ ഒരു എൻ്റെ പ്രദേശത്ത് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായി ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. മാനേജിംഗ് ഡയറക്ടർ റിയാസ് PK മുഖ്യ പ്രഭാഷണം നടത്തി. ഓൺലൈനായും 1000-ഓളം വിദ്യാർത്ഥികൾ നിലവിൽ ഈ വർഷത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 80ഓളം ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലുള്ള ടീച്ചേഴ്സിൻ്റെയും സ്റ്റാഫ്സിൻ്റെയും വിദ്യാർത്ഥികളുടെ ഒക്കെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. ഇതിൽ പറയാനുള്ളത് ഏറ്റവും എപ്പോഴും പ്രയാസമായിട്ട് വിഷമമായിട്ട് നിൽക്കുന്ന ഒരു
സംഘം ട്രഷറർ ശശികുമാർ, കൂത്തുപറമ്പ് വിഷൻ പ്രിൻസിപ്പൽ ഹസീന ടീച്ചർ, പെരിങ്ങത്തൂർ വിഷൻ ഗ്രൂപ്പ് പ്രിൻസിപ്പൽ നിഷ ടീച്ചർ, കുറ്റ്യാടി വിഷൻ ഗ്രൂപ്പ് പ്രിൻസിപ്പൽ അസ്ല ടീച്ചർ, ആനന്ദവല്ലി ടീച്ചർ, ജ്യോതിലക്ഷ്മി ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, മാനേജിംഗ് പാർട്ണർ മറിയം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാഴ്ചവെച്ചുകൊണ്ട് 14ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച വിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 2026 വിഷൻ ഫെസ്റ്റിന്റെ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, റെഗുലർ സ്ഥാപനങ്ങളിൽ പോലും പാഠ്യേതര രംഗത്തെ പ്രവർത്തനങ്ങളുണ്ടെങ്കിലും പാഠ്യേതര രംഗത്തെ ധൈര്യം കാണിക്കാത്ത ഇത്തരം പരിപാടികൾ നടത്തുവാൻ ഇതിന് മുന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന നമ്മുടെ മാനേജിംഗ് ഡയറക്ടറുടെ നിശ്ചയദാർഢ്യമാണ് ഇത്തരം ഒരു പരിപാടി നടത്തുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അറിയേണ്ടിയിരിക്കുന്നു. വളരെ അഭിമാനമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം മറ്റ് പല സ്ഥാപനങ്ങളെയും അപേക്ഷിച്ച് വിഷൻ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയായി പാരലൽ സെക്ഷനിൽ ഉണ്ടാകുന്ന പരിപാടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എല്ലാവിധ പരിപാടികളും ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂവ് ചോദിച്ച് വന്ന നിങ്ങൾക്ക് വിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുക്കുന്നത് ഒരു പൂക്കാലം തന്നെയാണ്. ഒരു കോഴ്സിനായി അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി, പ്രത്യേകിച്ച് പെരിങ്ങത്തൂർ ബ്രാഞ്ചിലെല്ലാം വരുന്ന ഒരു കുട്ടി 3-4 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് ഇറങ്ങാറ്. കാരണം അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ. ഒട്ടനവധി വിദ്യാർത്ഥികൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പല പാരലൽ കോളേജുകളും പലപ്പോഴും ചെറിയ വേദികളായി കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ചില അവസരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ വർഷം പെരിങ്ങത്തൂർ ബ്രാഞ്ചിൽ വന്ന സമയം തൊട്ട് ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് പാടിയിട്ട് സമ്മാനർഹയായ വ്യക്തിയും കൂടിയാണ് നാഫിയ. അതിൽ തന്നെ ആ സമയത്ത് ഞാൻ അവളെ പഠിപ്പിക്കുന്ന എന്ന് പറയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സാധാരണ എല്ലാ 3 മാസം കൂടുമ്പോൾ ഞാൻ തലശ്ശേരി ലിയോ ലാബിലെ ചെക്കപ്പിന് പോവാറുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴേ അവിടെ നമ്മുടെ കൂത്തുപറമ്പ് വിഷനിലെ DMLT പഠിച്ച ഒരു സ്റ്റുഡന്റിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ചടങ്ങിന് സ്വാഗത സംഘം ചെയർമാൻ മുകുന്ദൻ പുലരി സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ റൈസ നന്ദിയും പറഞ്ഞു. Panur Municipality Chairperson for giving such a wonderful, interesting speech, inspiring us, and I take this opportunity to thank Nafia for coming here and sharing her experience with us. I thank Muralidharan sir, the convener of the fest. തുടർന്ന് ഗായകൻ ദിൻഷാദ് വല്ലപ്പുഴയുടെ ഗാനങ്ങൾ വിഷൻ ഫെസ്റ്റിന് മനോഹാരിതയേകി. തുടർന്ന് വിഷൻ ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നായി വിഷൻ ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികളാണ്
ഇന്ന് തൊഴിൽ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.